ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞണ്ട് കറിയുടെ റെസിപ്പിയാണ്. ആദ്യമേ തന്നെ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ ചെറിയ കപ്പിന് 2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയൊന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1/4 പരുവാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 പരുവമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫാക്കിയാൽ നമ്മൾ ഇതേപോലെയൊന്ന് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചൂട് കൊണ്ട് തന്നെ പൊടി നല്ല പാകത്തിനായി വരും. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇവിടെ ഇപ്പോൾ നല്ല പാകത്തിന് നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോയോളം ഞണ്ടാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരപ്പിളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞണ്ടിലേക്ക് അരപ്പൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറിക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞണ്ട് മുഴുവനായിട്ട് മുങ്ങാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ചെറിയ 4 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. വലിയ കഷ്ണമാണെങ്കിൽ ഒരെണ്ണം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഫ്ലെയിം കൂട്ടി വയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 20-25 മിനിറ്റോളം കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കണം. കറി ഇടയ്ക്കിടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കും. കറി ഒന്ന് വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്കൊരു 3 കഷ്ണം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നിറം മാറുന്നത് വരെ ഇതേപോലെ വഴറ്റിയെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ, ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.